അപ്പം നമുക്കിനി കഴിച്ചു തുടങ്ങിയാലോ. ചക്കപ്പുഴുക്കും കടുമാങ്ങ അച്ചാറും. കണ്ടിട്ട് അത് മനോഹരമായിട്ട് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന്. ഏറ്റവും നല്ല കോമ്പിനേഷൻ ചക്കപ്പുഴുക്കും കടുമാങ്ങയും. ചെറിയ ചൂടോടെ, ശരി അങ്ങ് തണുത്ത് പോകാതെ ചെറിയ ചൂടോടെ കഴിക്കണം. അങ്ങനെയുണ്ടോ? മാങ്ങ ഇച്ചിരി പഴകിയതാണ്. മാങ്ങ നേരത്തെ ഇട്ട് വെച്ചിരുന്നതാ. ഫ്രഷ് ആയിരുന്നെങ്കിൽ നല്ല അടിപൊളി. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ എനിക്ക് പിന്നെ ഒരു ചക്കയും ഞങ്ങളും കൂടെ മൽപ്പിടുത്തം നടത്തിയതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്ന മേശപ്പുറം മൊത്തം. ഇനി ഇത് വൃത്തിയാക്കുന്നുണ്ടല്ലോ, ഇതിനൊക്കെ വലിയ ജോലിയാണ്. 2-3 മണിക്കൂർ കൊണ്ട് തുടങ്ങിയ പരിപാടിയാണ്. ഒരു നല്ല ഒരാളുടെ ചക്കക്കുരു ചുരണ്ടുക. ചക്കക്കുരു ചുരണ്ടുക മാത്രമല്ല, ഞാനിതെല്ലാം മുറിച്ച് വെച്ചപ്പോഴത്തേക്ക് ചുളയെല്ലാം ഇറുത്ത് തന്നു. ചുളയെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ചുള, വെള്ളമയം അശേഷം ഇല്ലാത്ത ചുള തന്നെയുണ്ട്. ഒട്ടും വെള്ളമയമില്ല. കണ്ടപ്പോൾ നല്ല പഴുത്തേക്കെ അനിച്ച് കടിച്ച് നോക്കുമ്പം പഴുത്തിട്ടൊന്നുമില്ല. നല്ല വിളഞ്ഞ ചുള, മധുരമൊന്നുമില്ല. അത് ഞാൻ ഇത്രയും കുത്തി നിന്ന് അരിയാൻ നോക്കിയപ്പോൾ വലിയ പാട്. ഞാൻ എന്തോട്ടെന്നറിയാം, ഈ ഫുഡ് പ്രോസസ്സറിനകത്തിട്ട് കറക്കി ഈ പരുവത്തിലാക്കി എടുത്ത ചക്കച്ചുള മടലും അതിനകത്തിട്ട് അരിഞ്ഞെടുത്ത് ഞാൻ ഇച്ചിരി കുരുവും കൂടെ ആയി കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് പുഴുക്ക് വെക്കാം. ചക്കയേക്കാളും കൂടുതലുണ്ട് ചക്കയുടെ കുരുവിൻ്റെ പാട. കുരു ഏതാണ്ട് ഇഷ്ടംപോലെ കുരുവുണ്ട്. എല്ലാം കൂടെ ഒന്നും അരിയാൻ മേത്തിന് കുറച്ച് മാത്രം അരിഞ്ഞാത്തിലാന്ന് വെച്ചു. ബാക്കി വെള്ളരിക്കയുണ്ട്, അതും ചക്കക്കുരുവും കൊണ്ട് കറി വെക്കാം. പിന്നെ എന്താണ്ട് കൂഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നാളെ എങ്ങാനും സമയം കിട്ടുവാണെങ്കിൽ കൂഞ്ഞും കുരുവും കൊണ്ട് ഇറച്ചിത്തോരൻ വെക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഇട്ടേ അതിനകത്ത്. അത് കൂഞ്ഞും കുരുവും കൊണ്ട് ഇറച്ചിത്തോരൻ വെക്കണം ചേർത്ത് വെച്ചേക്കാണ്. ഇത്രയൊക്കെ ഉണ്ട് ഇവിടുത്തെ സംഭവം. ബാക്കി എൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ ഇതിനകത്ത് ഇരിപ്പുണ്ട് കുറേ. മടൽ നോക്കിയപ്പോൾ മടലെടുക്കാൻ അതിനേക്കാളില്ല പാട്. മടലൊന്നും കിട്ടുന്നില്ല ഇതിനകത്ത്. മടലെന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല ഇതിനകത്ത്, കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇനി ഞാനേ എന്തോ ചെയ്യുന്നറിയോ, ആദ്യം കുരു വേവോ ഇല്ലെന്ന് അറിയത്തില്ല. കുരുവിനെ നമുക്ക് കുക്കറിനകത്ത് വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടുപ്പിച്ചാൽ ചിലപ്പം വേവുമായിരിക്കും. എന്നിട്ട് അധികം വെള്ളം ഒഴിക്കാതെ തന്നെ കുക്കറിനകത്തോട്ട് ഇതോടെ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരപ്പും എല്ലാം ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടാകും. നമുക്കത് എങ്ങനെ ഇരിക്കാൻ നോക്കാം. ഒന്നിച്ച് വേവിച്ചാൽ കൊള്ളാമെന്നറിയണ്ടായോ, നമുക്ക് അങ്ങനെ എങ്ങനെ ഇരിക്കാൻ നോക്കാം. ചക്കക്കുരു തന്നെ വേവിക്കാൻ വെച്ചേക്കുക എന്ന് വെച്ചാൽ കുക്കറിനകത്തിടുമ്പോഴേ ചക്കക്കുരു തന്നെ വേവിച്ചില്ലെങ്കിൽ ചിലപ്പം വെന്തില്ലെങ്കിലോ ചക്കക്കുരു. അത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഒറ്റ വിസിലടുപ്പിച്ച് ചക്ക എടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കുക. ചക്കയ്ക്ക് നല്ല കട്ടിയുണ്ട്. ചിലപ്പം വേവോ അരിഞ്ഞേക്കും തീരെ പൊടിയായിട്ട് അതിൻ്റെ വരുമോ അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ കുക്കറിനകത്ത് വെക്കുന്നത്. അപ്പം നമുക്കിനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഞാനത് ഇതൊക്കെ ചടയ്ക്കാനും ഉപ്പ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചക്ക ചേർക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർക്കും. കുന്ത അടയ്ക്കുന്ന വലിയ പാത്രം. ഞാൻ ചക്ക മുറിക്കുന്ന മുറല കാണിക്കണം വിചാരിച്ചാട്ടോ. പിന്നെ ഞാൻ വെച്ചു വേണ്ട അതെ. അയ്യോ അങ്ങനല്ല, മറന്നുപോയി. ഈ കുക്കർ അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതാണ്ട് അടച്ചു. ഇന്നൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് വേവിക്കാതിന്. ചക്ക മുറിക്കുന്നതൊക്കെ എടുത്തോണ്ട് ഒത്തിരി വീഡിയോ. ചക്ക മുറിക്കുന്നതൊക്കെ എല്ലാം അറിയാമല്ലോ. ചക്ക കുഴുക്കുണ്ടാക്കുന്നത് അറിയാം. ഞാൻ കുക്കറിനകത്ത് വെക്കുന്നത് കൊണ്ടാണ് ആദ്യമായിട്ടാണ് കുക്കറിൽ വെക്കുന്നത്. സത്യം പറഞ്ഞാൽ വൈകിട്ട് 5:30 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. മണി 8:30 ഇനി എപ്പോഴും ഇത് കഴിക്കാനൊപ്പം തരുന്നത് നിങ്ങൾ വിചാരിക്കും. നിങ്ങളപ്പോൾ വിചാരിക്കും ഇതെന്ത് ഇത് വലിയ കുക്കറിനകത്ത് ഉണ്ടാക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ വലിയ കുക്കറിനകത്ത് ഉണ്ടാക്കുന്നത്. അതെ, ഇവിടെ എനിക്ക് അനന്തര സ്നേഹപൂർവ്വം ഉണ്ടെന്ന് അമ്മാവി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കൊടുക്കാതിരിക്കാനൊക്കെ കഷ്ടമല്ലയോ, അതിന് ഞാൻ ഉണ്ടാക്കാൻ വെച്ചേക്കുക. അപ്പം അത് ഞങ്ങളെല്ലാവരുടെ കഴിക്കാൻ കൊണ്ടാണ് വലിയ കുക്കറിനകത്ത് വെക്കുന്നത്. ഒരു ചക്ക മൊത്തം എടുത്തു. അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ വന്നത്. ഇനി ഞാനിത് ആകുമ്പോഴത്തേക്കാണല്ലോ ഞാൻ അതിൻ്റെ തേങ്ങ തിരുമ്മി അരച്ചുകൊണ്ട് വരാം. ചക്ക വെക്കുന്ന കൊടുത്ത് എല്ലാം തേങ്ങ ഇട്ട് പുരട്ടിയൊക്കെ വെക്കാം. അപ്പോൾ എളുപ്പമുണ്ടല്ലോ ജോലി. ഞാനിത് തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ട് വരട്ടെ. നമ്മൾ വെച്ച ചക്കക്കുരു ഉണ്ടല്ലോ നല്ല പോലെ വെന്ത് കിടപ്പുണ്ട്. ഇതണ്ട വെന്തോടഞ്ഞ് തന്നെ ഉണ്ടോ, കാണാമല്ലോ അല്ലേ? അതിന് ആവി വരുന്നുണ്ടേ ഇനി ക്യാമറ കയറി മൂടുന്നത്. പിന്നെ നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്നറിയാവോ, ആദ്യം നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന ചക്ക ഉണ്ടല്ലോ അതിനെ നമുക്ക് ഈ കുരുവിനകത്തോട്ടിട്ട് കൊടുക്കാം. അധികം വെള്ളം ഞാൻ വെക്കുന്നില്ല. ഇതിനകത്ത് ഉപ്പ് നമ്മൾ ചേർത്തില്ലാണ്ട് ഉപ്പ് ചേർക്കും, അരപ്പും ചേർക്കും. ആ ആ വേണ്ട നമ്മൾ കുറച്ച് ചക്ക ഇട്ടു. അതിനകത്തേക്ക് നമ്മൾ വേണ്ട കുറച്ച് അരപ്പ്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് അരപ്പിട്ടു. കൂടുതലാകുമ്പോൾ എനിക്ക് ഒന്ന് ചിളക്കി വരുമ്പം പിടിച്ചു വരത്തില്ല. അതുകൊണ്ടാണ് കരിയാപ്പില ഇട്ടുണ്ട് അരപ്പിനകത്തിൽ. വീണ്ടും നമ്മൾ
കുറച്ച് ചക്കയും കൂടി ഇട്ട് ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഈ ചക്കയും അരപ്പും കൂടെ നമുക്ക് ഇട്ടെടുക്കാം. ഉപ്പ് ലാസ്റ്റിലിട്ടാൽ മതി. അപ്പോൾ വേണ്ട ഞാൻ ആ അരപ്പും ചക്കയും കൂടെ ലെയർ ലെയറായിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം, ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ എങ്ങനെ കുക്കറിനകത്ത് വെക്കുന്നതിന് ആദ്യമായിട്ടാണ്. ഇനി ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഏത് പരുവത്തിലാവുമെന്ന് അറിയത്തില്ല. പിന്നെ വേണ്ട ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. പരലുപ്പ് തിളപ്പിച്ച് വെച്ചിരുന്ന നീര്. നമുക്ക് അല്ലാതെ പാത്രത്തേക്ക് ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കാം. ഇതൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഉറയുള്ള നീരാണ്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചക്കക്കുരു ഉപയോഗിച്ചാലും ബാക്കി വെള്ളമുണ്ട്, അരപ്പ് കഴിയ വെള്ളമുണ്ട്, മിക്സിയുടെ ജാറ് കഴിയ വെള്ളമുണ്ട്, ഇച്ചിരി ഉപ്പ് നീരുമുണ്ട്. ഇത്ര ഞാൻ ചേർത്തിട്ടുള്ളൂ. പാത്രം നിറച്ചിരിപ്പുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് ജോയിൻ ചെയ്ത് നമുക്ക് ഇതിനെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. വിസിൽ വെച്ചിട്ടില്ല. ഇത് ഒന്ന് ആവി വന്നതിന് ശേഷം വിസിൽ വെച്ച് ഒറ്റ വിസിലെടുപ്പിച്ച് അടുത്ത വിസിൽ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓഫ് ചെയ്യും. അപ്പം നമുക്കറിയാം എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. ഇത് വെന്തതിന് ശേഷം ഞാൻ ഏത് പരുവത്തിലിരിക്കുന്നതായി നമുക്ക് നോക്കാം. അതേണ്ട നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ? അതെ, ഒരു ചെറിയ പാളിച്ച പറ്റി. എന്ത് പറ്റിയെന്നറിയാവോ? ചക്കയ്ക്ക് ഒട്ടും വെള്ളമില്ലാത്ത കല്ലിലെ ചക്ക ആയിരുന്നത്. അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലായിരുന്നു. നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളം തീരെ കുറവായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചൊഴിച്ച് തുറന്ന് വെച്ച് വേവിച്ചെടുത്താണിത്. ആയി വരാനൊക്കെ ഭയങ്കര താമസമായിരുന്നു. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നല്ല ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. എല്ലാവരും ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് കൂടുതലൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണമയ കുറച്ച് വെച്ച് വെളിച്ചെണ്ണ ആരോഗ്യത്തിന് നല്ലതെന്ന് ഒത്തിരി ഒന്നും കഴിക്കണ്ട. വിലയും കുറവ്. വില കുറവാണെന്ന് വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞില്ലാരും. അയ്യ, നമുക്ക് ഇളക്കിയിട്ട് തീ അങ്ങ് അണച്ചു കൊടുക്കാം. ഒരു ചെറിയ നിറം വന്നിട്ടുണ്ട്. ഒരു ചെറിയ നിറം വന്നിട്ടുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഞാനത് ശരിക്കും പറഞ്ഞാൽ കുക്കറിന്റെ അടപ്പൊക്കെ മാറ്റിയെടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നാലും ആ ഒരു ചെറിയ ടേസ്റ്റ് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. കഴിച്ചു നോക്കുമ്പോൾ അറിയാം നമുക്ക്. ഞാൻ ഒരുപാട് ഇളക്കുന്നില്ല അടിയിലോട്ട്. ടേസ്റ്റ് വന്നു പോയി കഴിഞ്ഞാൽ പിള്ളേരെല്ലാം നമ്മളെ ശരിയാക്കും. പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇത്രയും ഉണങ്ങിയ ചക്ക നമ്മൾ കണ്ടു. വെള്ളം ഒട്ടും ഇല്ലാത്തൊരു ചക്ക നമ്മൾ ആദ്യം കാണുമോ? ഇങ്ങനെ തന്നെയല്ലോ, കുക്കറിനകത്തല്ലല്ലോ സാധാരണ. കുക്കറിനകത്ത് വെക്കാത്ത മാത്രമല്ലോ, മറ്റേ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുന്നത്. എത്ര വെള്ളം ഒഴിച്ചിനൊക്കെ വെള്ളം പിടിച്ച് അതുപോലെ അങ്ങ് വലിയ വരുന്ന വെള്ളം അതിനകത്തില്. അത്രയ്ക്കങ്ങ് വെള്ളമില്ല. തോരൻ അരിഞ്ഞു വെച്ചപ്പോ കണ്ട് തോരൻ പോലെ ഇരിക്കുന്നില്ലേ, അങ്ങനത്തെ ചക്കയായിരുന്നു. നമുക്ക് തീ അങ്ങ് അണച്ചേക്കാം. നമുക്ക് ചൂടോടെ ഇച്ചിരി കഴിച്ചു നോക്കാം എങ്ങനെ ഇരിക്കും. ചെറിയൊരു മണം വരുമായിരിക്കില്ലേ? ചൂടാറിയിട്ട് കഴിച്ചാൽ മണി 10 അത് നമുക്ക് ഇച്ചിരി ഫാൻ ഇട്ട് വെച്ചിട്ട് നമുക്ക് കടുമാങ്ങയും കൂട്ടിയാൽ പിടിപിടിക്കാൻ നോക്കാം. ചെറിയൊരു മണമൊക്കെ വന്നു. ഇത് കണ്ടോ? ഇത് കണ്ടോ? അടിയിൽ നിന്ന് വന്ന പാകവാ. മണം വന്ന് കാണുമായിരിക്കും. എനിക്ക് തോന്നിയതായിരിക്കത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും കഴിച്ചു തീർക്കണം. അതെ, അത്രയ്ക്ക് കുഴപ്പമൊന്നും കാണത്തില്ല. വലിയ കുഴപ്പം കാണത്തില്ല. പിന്നെ അവരുടെ പിള്ളേരുടെയൊക്കെ കൊതി കിട്ടുന്നു. അതെ, പിള്ളേരുടെ കിട്ടുന്നില്ല. അവരെന്താ പറയും, അതിന് മണം വെച്ച് അമ്മ തീയത്തയാക്കി കളഞ്ഞെന്നൊക്കെ പറയും. ഞാൻ നോക്കട്ടെ. തൊട്ട് നക്കി എല്ലാം ചീത്തയാക്കി. വെളിച്ചെണ്ണ വെച്ചപ്പോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചോളാൻ ഇച്ചിരി കുറവാ. അവരുടെ പരുവത്തിന് അത് മതി. പിള്ളേരുടെയൊക്കെ അവരൊക്കെ കഴിക്കണമെങ്കിൽ ഉപ്പ് കുറച്ച് വേണം. നമുക്കല്ലേ ഉപ്പ് കൂടുതൽ വേണം. നമുക്ക് കഴിക്കാൻ തരണമെങ്കിൽ ഇച്ചിരി ഉപ്പ് കുറച്ച് ചേർത്ത് കഴിക്കാം. അപ്പം നമുക്കിനി ഫാനിന്റെ കീഴിൽ കൊണ്ടുവച്ച് ഒന്ന് ആറിച്ച് അത് പ്ലേറ്റിനകത്താക്കി ഫാനിന്റെ കീഴിൽ വെച്ച് ആറിച്ച് നമുക്ക് കഴിക്കാം. ബാക്കിയുള്ള അതുപോലെ ഇരിക്കട്ടെ. തണുത്തതിന് ശേഷം അപ്പുറത്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ നേരം വെളുക്കുമ്പോഴത്തെ തണുക്കത്തുള്ളത്. ഇത്ര സാധനം തണുത്ത് വരണ്ടായോ? അതുപോലെ ബാക്കി അകത്തിരിക്കട്ടെ. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ ഒന്നും ഇല്ല. കഴിക്കുന്ന കടുമാങ്ങയും കൂട്ടി കഴിക്കുന്ന കൊതിപ്പിക്കണം നമുക്ക്. നല്ല ശരിയാകും. പിന്നെ കടുമാങ്ങയും കൂട്ടി കഴിക്കുന്ന എല്ലാരും ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചിക്കനും മീനും ഒക്കെ കൂട്ടി കഴിക്കും. പുഴുക്കും ചക്കപ്പുഴുക്ക്, പിന്നെ കപ്പ പുഴുങ്ങിയതൊക്കെ കഴിക്കും. കപ്പ പുഴുങ്ങിയതൊക്കെ മീനൊക്കെ നല്ല. പക്ഷെ ചക്കപ്പുഴുക്കിന് നല്ലത്
കടുമാങ്ങ തന്നെ, വേറെ ഒന്നുമല്ല. നമുക്ക് അതും കൂട്ടി കഴിച്ച് എല്ലാവരും ഒന്ന് കൊതിപ്പിച്ചിട്ട് വരാം. ശരി. ആയി. ചക്കപ്പുഴുക്കും കടുമാങ്ങയും മാങ്ങ പഴകിയതാ. ഫ്രഷായിട്ട് ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വാങ്ങാനില്ല. മാങ്ങ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് സമയമില്ലാഞ്ഞിട്ടാണ്. ഇന്ന് തന്നെ ആണെങ്കിൽ ഞാൻ രാവിലെ കല്യാണത്തിനൊക്കെ പോയച്ച് വന്ന് നല്ലപോലെ റെസ്റ്റ് എടുക്കണം വെച്ചിരുന്നതാണ്. അപ്പോഴാണ് പണി കിട്ടിയത് ചക്കപ്പുഴുക്കുണ്ടാക്കാനുള്ള. 5:30 മണിക്ക് തുടങ്ങി. ഇപ്പം രാത്രി എത്ര മണിയായി? 10:30 മണിയായി. ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇതുവരെ ചക്കപ്പുഴുക്കിൻ്റെ പറയായിരുന്നു. ഒരു ചക്ക മൊത്തം പണിഞ്ഞു തീർത്തായിരുന്നു. പണി തീർത്തു. ഞങ്ങൾ രണ്ടുപേരും ചക്ക മൊത്തം പണിഞ്ഞു തീർത്താ. നിങ്ങൾ കണ്ടില്ലേ? നമുക്കിത് അത് ഉപ്പ് പിന്നെ ചേർക്കണം. ഉപ്പ് പിന്നെ ചേർത്താൽ ഇല്ല, ഇതൊക്കെ വെളുത്താണ്. കടുമങ്ങടായിട്ടോ പൂർണ്ണ. എല്ലാവരും പറയുന്ന പോലെ മീനും ചിക്കനും ഒന്നും കൂട്ടി ഇത് കഴിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കടുമങ്ങ അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് നല്ല സ്വാദ്. ഇതാ ഏറ്റവും നല്ലത്. ഇതുപോലെ ചക്കപ്പുഴുക്കുണ്ടാക്കി ലേശം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലപോലെ ഒഴിച്ചതാ. വെളിച്ചെണ്ണക്കകത്ത് മുക്കി വെറുതെ ആ വെളിച്ചെണ്ണക്കകത്ത് അങ്ങനെ കടുമാങ്ങ എല്ലാം മുക്കി വെളിച്ചെണ്ണക്കകത്ത് മുക്കി വെറുതെ കഴിച്ചാൽ നല്ലതാ. എന്നാലും മീൻ ഇറച്ചിയൊന്നും കൂട്ടി ഇത് കഴിക്കരുത് കേട്ടോ, അതിനൊരു ടേസ്റ്റും ഇല്ല. അപ്പം ചക്കപ്പുഴുക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തതൊന്ന് കഴിച്ചു നോക്കണം. പച്ച വെളിച്ചെണ്ണയോ കടുമാങ്ങയോ കൂട്ടിയൊന്ന് കഴിച്ചു നോക്കണം. അപാര ടേസ്റ്റാട്ടോ. പിന്നെ എൻ്റെ വേഷം കണ്ട് നിങ്ങളാരും ഒന്നും പറയട്ടെ. അടുക്കളയ്ക്കകത്ത് നിന്നപ്പോഴേ ഇത്രയൊക്കെ ജോലിയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് നടക്കുക. ശ്രദ്ധിച്ചാൽ പലരും എന്തൊക്കെ വിളിച്ചാൽ ഇങ്ങനെയാണ് കോലം കെട്ടി നടക്കുന്നത്, ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്ന്. എനിക്ക് 5 മണിക്കൂറിന് പറഞ്ഞത് നല്ല ജോലിയാണ്, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നാ. അപ്പോൾ നമുക്കിനി ഇതുപോലെ പുതിയ വീഡിയോസ് വീട്ടും കാണാം. ടേസ്റ്റോടെ ഞങ്ങളൊന്ന് കഴിച്ചേച്ച് വരട്ടെ. ടാറ്റാ, ബൈ ബൈ.